കണ്ണു തുറന്ന് കാണു സാറേ. സാവിത്രിയെ വെല്ലുവിളിച്ച് നെല്ലൂർ മനയിലേക്ക് കാലെടുത്തു വെച്ച പട്ടാഴിയിലെ താന്തോന്നിക്ക് കിട്ടിയ ശിക്ഷ കണ്ടോ? ദേവി സാവിത്രി, ചെമ്പ്രയിലെ മക്കളെ കാത്തു രക്ഷിക്കണേ. നാൾക്കുനാൾ ശക്തിപ്പെട്ടു വരികയാണോ മണിയങ്കോട്ടെ സാവിത്രി? മണിയങ്കോട്ട ഉണ്ണികളോട് കളിച്ചാ കളിക്കുന്നവന്റെ ഗതി ഇതാ. ഒരെണ്ണപ്പാത്തിക്ക് പകരം ഒരു പട്ടട. ഇതോടെ പട്ടാഴിയുടെ നടക്കല്ല് പറയണം. എന്നാ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് എടുക്കട്ടെ? അല്ലെങ്കിലും ശവത്തെ എടുത്തോണ്ട് പോകാനേ പറ്റുള്ളൂ. സാറേ, ഞങ്ങൾ ഇത് ചുമന്ന് വണ്ടിയിലാക്കി തരാം. സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ, മാധവൻ, പട്ടാഴി മാധവൻ. ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. മാധവേട്ട, നമ്മുടെ കുഞ്ഞുണ്ണി പുഴയിൽ വീണ്ടും മിണ്ടരുത്. അതവിടെ ഇറക്കി വെക്കുക. മൃതശരീരമാണെങ്കിലും അതിനുണ്ടൊരു മാന്യത. നിന്റെയൊക്കെ കൈ തൊട്ടത് അശുദ്ധമാക്കിയാൽ അവൻ സഹിക്കില്ല, പൊറുക്കില്ല. അവനോട് വെക്കുതാഴെ. അനന്ത, ഏയ് നിക്ക, ഇത് എന്റെ ഡ്യൂട്ടിയാ. നിന്റെ ഡ്യൂട്ടി ചെമ്പ്രയിലെ ദുർമരണങ്ങളുടെ കണക്കെടുക്കുകയാണ്. അതെന്റെ ശിഷ്യന്മാരാണ്. ഈ ഡ്യൂട്ടി അവര് ചെയ്തോളും. മാറ്. അല്ല, മാധവേട്ട, സത്യമായിട്ടും കുഞ്ഞുണ്ണിയെ കൊന്നത് സാവിത്രിയ. വിശ്വസിക്കുക, മറിച്ചൊന്നും ഞങ്ങളോട് തോന്നരുത്. നിർത്തണം. മാധവേട്ട, അലാരിപ്പിൽ തുടങ്ങി തില്ലാനയിലും അവസാനിപ്പിക്കാത്ത ആളെ വിട്ടിയാക്കുന്ന നിന്റെ ഈ നാട്യമുണ്ടല്ലോ, അത് മാധവന്റെ അടുത്ത് ആടണ്ട. എന്റെ കുട്ടിയുടെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു കൈവിരൽ പാട് പതിഞ്ഞുവെന്ന് ഞാൻ കണ്ടാൽ ആ നിമിഷം ഞാൻ തിരിച്ചു വരും ഈ അസുര ഗ്രാമത്തിലേക്ക്. അത് പുറപ്പെടാശാന്തി മാധവനായിട്ടായിരിക്കില്ല, കാലഭൈരവന്റെ അനുഗ്രഹമുള്ള മാധവനായിട്ടായിരിക്കും. അന്ന് നീയൊക്കെ പശ്ചാത്തപിക്കും, ഈ ഭൂമിയിൽ ജനിച്ചതിന്റെയും ജനിപ്പിച്ചതിന്റെയും പേരിൽ. കാത്തിരുന്നോ എന്റെ വരവ്. വിടില്ല ഒന്നിനെയും ഞാൻ. നിനക്കെന്ത് പറ്റി? എവിടെ പോയടാ നിന്റെ ചങ്കൂറ്റം? ഇനി മണിയങ്കോട്ട് വീരൻ ആരാണെന്ന് ചോദിച്ചാല് അച്ഛൻ മാത്രമല്ല, ചെമ്പ്ര മുഴുവൻ പറയും എന്റെ ഗിരീശനാണെന്ന്. ആ നിനക്ക് രക്തം കണ്ട പനിക്ക്. ഓ അച്ഛൻ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. ഞാനല്ല കുഞ്ഞുണ്ണിയെ കുളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തിയത്. പിന്നെ എനിക്ക് സാധിച്ചില്ല. മണിയങ്കോട്ട് സാവിത്രിക്ക് ഇരയാകാനായിരുന്നു അവന്റെ വിധി. സാവിത്രി? അതെ, കുഞ്ഞുണ്ണി കുളം കാണാൻ പോയപ്പോ ഞാൻ അവിടെ ഒറ്റയ്ക്കായി.
അപ്പോ ഞാൻ കേട്ടു മുത്തുപൊഴിയുന്ന പൊട്ടിച്ചിരി, താനേ ആടുന്ന ആട്ടുകട്ടിൽ പാലപ്പൂവിന്റെ മണം, ഇടനാഴിയിൽ എവിടെയോ ചെമ്പട്ടണിഞ്ഞൊരു സ്ത്രീരൂപം. കാര്യമറിയുന്ന കവടികൾ എന്താണാവോ പറയുന്നേ? മരിച്ച കുഞ്ഞുണ്ണി ജീവിച്ചിരുന്ന കുഞ്ഞുണ്ണിയേക്കാൾ അപകടകാരിയാണ്. ചതിച്ചോ എന്റെ ദേവി? കുഞ്ഞുണ്ണി നെല്ലൂർ മനയിലുണ്ട്. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. നെല്ലൂർ മന പൊളിച്ചു കളയുക. ഭൂമിക്ക് മുകളിൽ ഇനി ആ നരകം വേണ്ടെന്നേ. ഭൂമി മാത്രമായിട്ട് വാങ്ങാൻ ആളുകളുണ്ട്. ഇയാളാണോ ഭൂമി വാങ്ങാൻ വന്ന വ്യാപാരി? ആ അതെ അച്ഛാ, ഇതാ രാജീവൻ. പാതയ്ക്കരയില്ലത്തെയാ. ഇപ്പൊ ഇതാ ബിസിനസ്. നമ്മുടെ ഗൗരിക്ക് കൊള്ളാം, ഗജകേസരി യോഗമുണ്ട്. നമ്മുടെ ഗൗരിക്ക് ചേരും. അച്ഛാ, ഈ നെല്ലൂർ മന നിൽക്കുന്ന സ്ഥലം മാത്രം മതി രാജീവന്, മന വേണ്ട. കരിമരുന്ന് കൊണ്ട് വീട് പൊളിക്കണ ഒരു പാർട്ടി ഉണ്ട് കവളപ്പാറയില്. വിളിക്കണോ? സാവിത്രി വെള്ളിവാളിൽ ആവാഹിച്ച് ഇവിടുത്തെ മച്ചിൽ കുടിയിരുത്തണം. എന്നിട്ട് മതി കമ്പക്കെട്ട്. മനസ്സിലായോ? ശരി അച്ഛാ. അയമോധന കാമധുഹോസ്തു അനന്ത അക്ഷീയമാണ സുരഭി സർവകാമീ സത്വോപതിഷ്ഠതു അജര നിത്യപൂത സുധാം തുഹാന അമൃതാഘ്നസ്തർപ്പയന്തു കുഞ്ഞുണ്ണി ശർമ്മണ ഉപതിഷ്ഠതു. ഇല്ല, കർമ്മ ഒക്കണില്ല. കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല. കണ്ടില്ലേ പവിത്രം അഴിഞ്ഞു വീണത്? പൂണൂല് വലത്തോട്ടിടാനും മണന്നിരിക്കണു. ഒക്കെ കാണുന്നത് ദുർനിമിത്തങ്ങളാണ്. ഈശ്വര കാത്തോണേ. കണ്ടു നിൽക്കാൻ പറ്റണില്ല. ചെയ്യുന്ന കർമ്മങ്ങളും ചൊല്ലുന്ന മന്ത്രങ്ങളും കുട്ടനെ പിഴയ്ക്കണു. ചോറൂട്ടിയ കൈകൊണ്ട് തന്നെ ഇപ്പോ ഇതൊക്കെ കാണാൻ എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? പ്രതികാരം ചെയ്യിച്ചിട്ടേ കുഞ്ഞുണ്ണി ഈ ഭൂമുഖത്തുനിന്ന് പോവും. മണിയക്കോട്ട് സാവിത്രി ഇനി അനുഭവിക്കാൻ പോണേ. നോക്കിക്കോ. ഹലോ സർ. ഇയാളാണോ മാധവൻ? അല്ലച്ചാ, ഇത് കുഞ്ഞുണ്ണിയാ. ഇത് ടീച്ചർ സൂക്ഷിച്ചു വെച്ചിരുന്നതല്ലേ? പട്ടാഴിയിലേക്ക് വരാൻ ഇനിയും ടീച്ചർക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നിറങ്ങണം. ധൈര്യമായിട്ട് വന്ന് കയറ്. കുഞ്ഞുണ്ണി കൊണ്ടുപോകും ടീച്ചറെ. ഒരുത്തനും നമ്മളെ തടയില്ല. വാ. നീ ഇവിടെ കൊണ്ടുപോകുന്നൊന്ന് കാണട്ടെ. ഈ കൂത്ത് നിന്റെ അമ്മയുടെ കൂത്തമ്പലത്തിൽ വെച്ചാൽ മതിടാ മണിയൻകൊട്ട പോത്തെ. അവനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേരുന്ന അലർച്ച മതി. ഇനി അലറിയാൽ മൂത്ത് നരച്ചെന്നൊന്നും ഞാൻ നോക്കൂല. അടിച്ച് മടക്കി പോത്തുണ്ടി ഡാമിൽ എറിയും. വാസോ, അടിച്ച് കൊല്ലണ കണ്ടേ. എന്താടാ? ജനിപ്പിച്ച തന്തയെ മോള് തള്ളി പറയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ അച്ഛനല്ലാതാവണം, അല്ലെങ്കിൽ മോൾ അത്രയ്ക്ക് ദുഷ്ടയാവും. ഇതിലേതാണെന്നുള്ളത് തെക്കോട്ട് തലവെക്കുന്നതിന് മുമ്പ് കാരണവർ ആലോചിച്ച് തീരുമാനിക്കും. രുദ്രാക്ഷം കഴുത്തിലല്ല, മനസ്സിലാണ് വേണ്ടത്. കേട്ടോ മണിയൻകൊട്ട് രാവണം. ഒന്നുകിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. രണ്ടായാലും എനിക്ക് വിരോധമില്ല. അയ്യോ.